കറണ്ട് പോയാൽ ഇരുട്ടിലാകുന്നത് മാള പോലീസ് സ്റ്റേഷനിൽ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യുതി നിലച്ചതോടെ 1 മണിക്കൂറോളം മാള പോലീസ് സ്റ്റേഷൻ വീണ്ടും ഇരുട്ടിലായി. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കറണ്ട് പോയാൽ ഇരുട്ടിലാകുന്നത് മാള പോലീസ് സ്റ്റേഷനിൽ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യുതി നിലച്ചതോടെ 1 മണിക്കൂറോളം മാള പോലീസ് സ്റ്റേഷൻ വീണ്ടും ഇരുട്ടിലായി. കഴിഞ്ഞ ദിവസം മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി ബന്ധം വീണ്ടും നിലയ്ക്കുകയായിരുന്നു. ഈ ആഴ്ചയിൽ ഇത് 2ാമത്തെ തവണയാണ് വൈദ്യുതി നിലച്ച് പോലീസ് സ്റ്റേഷൻ ഇരുട്ടിലാകുന്നത്. മാള ജൂതശ്മശാനത്തിന് സമീപം മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്നാണ് ഇന്നലെ വൈദ്യുതി ബന്ധം നിലച്ചത്. അനുബന്ധ സംവിധാനങ്ങൾ പോലീസ് സ്റ്റേഷന് ചെയ്തു നൽകാത്തത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ്. മാർച്ച് മാസത്തിൽ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള പോസ്റ്റിലെ HT കേബിൾ കത്തി നശിച്ചതുമൂലം 16 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. മെയ് 5-ന് രാത്രി 1 മണിക്കൂർ പിന്നിട്ടിട്ടും കറണ്ട് വരാത്തതോടുകൂടി പോലീസ് സ്റ്റേഷൻ ഇരുട്ടിലായി. കഴിഞ്ഞ ദിവസം മരം വീണ് പോസ്റ്റൊടിഞ്ഞ് വൈദ്യുതി ബന്ധം വീണ്ടും നിലയ്ക്കുകയായിരുന്നു. ഇൻവെർട്ടർ കൂടെ നിലച്ചതോടെ പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ഫോണും CCTVയും കമ്പ്യൂട്ടറും ഉൾപ്പെടെ ഒരു സംവിധാനങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയായി. കറണ്ട് പോയാൽ മെഴുകുതിരി വെട്ടത്തിലാണ് പോലീസുകാർ സ്റ്റേഷനിലിരിക്കുന്നത്. എതിർവശത്തുള്ള സ്വകാര്യ ആശുപത്രിയുടെ നെയിം ബോർഡിൽ നിന്നുള്ള വെട്ടമുള്ളതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ കാണാൻ തന്നെ സാധിക്കുന്നതെന്നതാണ് അവസ്ഥ. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് KSEB അറിയിപ്പ് ലഭിച്ചെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ച പലരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയിൽ പക്ഷേ നേരിട്ട് പ്രതികരിക്കാൻ ആരും തയ്യാറുമല്ല. സംഭവത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ മാള പോലീസ് സ്റ്റേഷനെ കാത്തിരിക്കുന്നത് വലിയ പ്രത്യാഘാതമാകും. മീഡിയ ടൈം, മാള. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷനു പിന്നിൽ NH അൻവറിന്റെ ദീർഘവീക്ഷണമാണെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷനു കഴിയുമെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. ഇന്നും പത്രമാധ്യമങ്ങൾ ഡിജിറ്റലായി മാറുമ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി, മാധ്യമങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടുന്നുണ്ട്, അത് പ്രസിദ്ധീകരിക്കുന്നു, അഡ്വർടൈസ്മെന്റ് റവന്യൂ വരുന്നു. നമുക്കറിയാം പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റ് ആണ് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. കേരളത്തിൽ വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷനും അതിന് വലിയൊരു പങ്കുണ്ടെന്ന് പറയാം. ഇന്നത്തെ പ്രൊപ്പോർഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഗൗരിദാത്മാർക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ അറിവിൽ അത് 60% അല്ലെങ്കിൽ 70% അഡ്വർടൈസിങ്, 30-40% സബ്സ്ക്രിപ്ഷൻ റവന്യൂ. അതായത് നമ്മൾ 5-10 റുപ്യ കൊടുക്കുന്നില്ല. അത് ഈ 2 വരെയേ ഉള്ളൂ. പിന്നെ അടുത്ത കാലത്ത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഓരോ ലിറ്റ് ഫെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ സ്റ്റാർ ഷോ നടത്തും. അങ്ങനെ അതിൽ നിന്നും ഒരുപാട് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് കംസ്. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CGM KV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ്, കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി AP, മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ്, മികച്ച അവതാരകനായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപഹരി,
പ്രത്യേക പരാമർശത്തിന് അർഹനായ UCV ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ട്രഷറർ K വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VPS ലേക്ഷോർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ എന്നിവർ സംസാരിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദി അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. സുരക്ഷിത സ്ഥാപനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തീപിടുത്തം നിയന്ത്രണം വിധേയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനം, പ്രശ്നബാധിത കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ആവശ്യമായ തിരച്ചിൽ രക്ഷാപ്രവർത്തനം, തകർന്ന കെട്ടിടങ്ങളിൽ നിന്നും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാനാവശ്യമായ സാധന സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കൽ, കൂടുതൽ ആളുകൾക്ക് അപകടം നടന്നാൽ സംഭവസ്ഥലത്ത് തന്നെ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കൽ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ സുരക്ഷിത സ്ഥാനങ്ങൾ, പാതകൾ, അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് നടത്തിയ മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. സ്ഫോടനം പോലെയുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനവും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതുമായിരുന്നു ഗുരുവായൂർ അമ്പല പരിസരത്ത് മോക്ക് ഡ്രില്ലായി അവതരിപ്പിച്ചത്. അപകടമുണ്ടാകുമ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. പെരിഞ്ഞനം തോട്ടപ്പുറത്ത് ബാലന്റെ മകൻ 19 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI നേതാവുമാണ്. ഒരാഴ്ച മുൻപാണ് പ്രണവിനെ പനി ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മെയ് 2-നും ഇതിനു ശേഷവുമായി 2 തവണ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഭേദമാകാത്തതിനെ തുടർന്ന് 6-ാം തീയതി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. CPI മാള മണ്ഡലം സമ്മേളനം മെയ് 9, 10, 11 തീയതികളിൽ കുഴൂർ പാറപ്പുറം SNDP ഹാളിൽ നടക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്കൽ സമ്മേളനം വരെ പൂർത്തീകരിച്ചു. മണ്ഡല സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ കൂടൂർ പാറപ്പുറത്തെ SNDP ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. സഖാവ് എടക്കാട്ടിൽ മാസ്റ്റർ നഗർ എന്നാണ് സമ്മേളന നഗരിയുടെ പേര്. പാർട്ടി രൂപീകരിച്ചിട്ട് 100 വർഷം തികയാണ്. പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ മണ്ഡലത്തിലും ഒരു പരിപാടി വെക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പരിപാടിയുണ്ട് ഈ മാസം 28, 29, 30 തീയതികൾ. അപ്പൊ 9-ാം തീയതി നമ്മൾ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി പതാക, കൊടിമരം, ബാനർ ജാഥകളുണ്ട്. 9-ാം തീയതി തിരിഞ്ഞിട്ടാണ് അത് ആരംഭിക്കുന്നത്. അത് കൂടൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഗമിച്ച് ഒരു പ്രകടനത്തോടുകൂടി വാദ്യമേളത്തോടുകൂടി സമ്മേളനം നൽകിയിലെത്തും. മെയ് 9-ന് ജന്മശതാബ്ദി സംഗമം വൈകിട്ട് 5 മണിക്ക് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഉദ്ഘാടനം ചെയ്യും.
60-ൽ പരം പഴയ പാർട്ടി പ്രവർത്തകരെ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആദരിക്കും. 10-11 തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. KB വസന്തകുമാർ, MR അപ്പുകുട്ടൻ, MK ബാബു, CN സുദർജനൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. മിതമായ വിലയിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റിൽ നോട്ട് പുസ്തകങ്ങൾ, ബാഗുകൾ, കുട, റെയിൻകോട്ട് എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KSS കൈസാബ് നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് അജിത പടാരിൽ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TM നാസർ, CS രവീന്ദ്രൻ, CC ബാബുരാജ്, PM A. ജബ്ബാർ, സജയ് വൈനപ്പിള്ളി, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, PA നജമുദ്ദീൻ, TS ശശി, സുരേഷ് കൊച്ചുവീട്ടിൽ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, VS ജിനേഷ് എന്നിവർ സംസാരിച്ചു. പഹൽഗാമിൽ പൊലിഞ്ഞ ഭാരതീയന്റെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സൈനികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പന്തല്ലൂർ ജനത UP സ്കൂളിൽ ദ്വിദിന അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. കളിയും കാര്യവും എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പ് പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KK രാജൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, SSD ചെയർമാൻ മോഹനൻ വടക്കേടത്ത്, പ്രധാന അധ്യാപിക NS അനില തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗണിതമധുരം നുണയാം എന്ന വിഷയത്തിൽ മുൻ പ്രധാന അധ്യാപിക ഉഷാദേവിയും ഉണരാം ഉയരാം എന്ന വിഷയത്തിൽ അധ്യാപകനായ ശ്രീകൃഷ്ണൻ നമ്പൂതിരിയും ക്ലാസുകൾ എടുത്തു. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി AK റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ നിര്യാതനായി. 87 വയസ്സായിരുന്നു. എറിയാട് അയ്യാരിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രകളെ പ്രണയിച്ചിരുന്ന AK റഹ്മാൻ സൈക്കിളിലായിരുന്നു ജീവിതം. കെനിയയിലെ നെയ്റോബിയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻകുമാറുമൊത്താണ് സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമിട്ടത്. സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കറണ്ട് പോയാൽ ഇരുട്ടിലാകുന്നത് മാള പോലീസ് സ്റ്റേഷനിൽ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യുതി നിലച്ചതോടെ 1 മണിക്കൂറോളം മാള പോലീസ് സ്റ്റേഷൻ വീണ്ടും ഇരുട്ടിലായി. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.